ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടോപ്പ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കിൻമാസ്റ്ററിൻ്റെ 9ാമത്തെ ക്ലാസ്സിലേക്കാണ് കടക്കുന്നത്. ഇന്ന് നാം ചെയ്യാൻ പോകുന്നത്, നാം ആദ്യം ചെയ്യുന്നത് പോലെ കിൻമാസ്റ്റർ ആപ്പ് ഓപ്പൺ ചെയ്യാം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ, ഇന്നലെ നാം ക്ലാസ് എടുത്തു, നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെ നമുക്ക് ഒരു എഡിറ്റിംഗ് അഥവാ ആനിമേഷൻ എങ്ങനെ കൊടുക്കാമെന്നാണ്. ഞാൻ ഇന്നലെ ഒരു ആനിമേഷൻ കൊടുത്തത് കണ്ടു. നിങ്ങളെല്ലാവരും ടെക്സ്റ്റിന് ഒരു ആനിമേഷൻ കൊടുത്തു. എന്നാൽ ഈ ടെക്സ്റ്റിന് നമ്മൾ ആനിമേഷൻ കൊടുക്കുന്നത് വേറൊരു രൂപത്തിൽ, നല്ലൊരു രൂപത്തിൽ നാം കാണിക്കാൻ പോവുകയാണ്. ഒന്നുകൂടി ക്രിയേറ്റിവിറ്റി ആയിട്ട് നടത്താൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ എല്ലാവരും ചെയ്തു നോക്കുക. ആദ്യം നാം ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുക. പുതിയ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുമ്പോൾ കഴിയുന്നതും ബ്ലാക്ക് തന്നെ ചെയ്യാം. ബ്ലാക്ക് ചെയ്യുന്നതായിരിക്കും നന്നാവുക. അതായിരിക്കും നമുക്ക് വീഡിയോക്ക് വളരെയധികം ക്ലിയർ ഉണ്ടാവുക. മറ്റൊന്ന്, നാം ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തതിന് ശേഷം ചെയ്യേണ്ടത്, ലെയറിൽ പോയി നാം ടെക്സ്റ്റ് ആഡ് ചെയ്യുക. നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്താണോ ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് നാം ടൈപ്പ് ചെയ്യുക. ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നത് നമ്മുടെ ടോപ്പ് ടിപ്സ് എന്ന വാക്കാണ്. ഇങ്ങനെ നമുക്ക് വേണ്ട രൂപത്തിൽ നമുക്ക് വേണ്ടത് ടൈപ്പ് ചെയ്തതിന് ശേഷം നാം അതിനെ നമ്മുടെ സ്ക്രീനിലേക്ക് കൊണ്ടുവരാം. സ്ക്രീനിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് വേണ്ട വലുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. എന്നിട്ട് അതിനെ നല്ല ഫോണ്ട് സൈസ് അല്ലെങ്കിൽ ഫോണ്ട് നൽകുക. ഒരുപാട് ഫോണ്ടുകളുണ്ട്, നമുക്ക് വേണ്ട ഫോണ്ട് ഇതിന് നൽകാൻ പറ്റുന്നതാണ്. ഞാനൊരു ഫോണ്ട് ആഡ് ചെയ്തു. എന്നിട്ട് പിന്നെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്, ഇതിന് വേണ്ട ഒരു പിക്ചർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. അത് ലെയറിൽ പോയി മീഡിയ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ പോയിട്ട് നമുക്ക് വേണ്ട ഒരു പിക്ചർ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനൊരു യെല്ലോ പിക്ചർ നാം ആഡ് ചെയ്തു. ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ പിക്ചർ നമ്മളൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കും. നമ്മുടെ ടെക്സ്റ്റിന് ഭാഗമായി ഒരു രൂപത്തിൽ, വലുപ്പത്തിൽ നാം ആഡ് ചെയ്ത് കൊടുക്കുക, സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് നാം ചെയ്യേണ്ടത്, നമ്മുടെ റൈറ്റ് സൈഡിലുള്ള ബാറിൽ നിന്നും ക്രോപ്പിംഗ് എന്ന സെഷൻ ഓപ്പൺ ചെയ്യുക. ക്രോപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ മാസ്ക് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അതിൽ ഷേപ്പ് ഉണ്ടാവും. ഷേപ്പ് ഓപ്പൺ ചെയ്യുക. അത് നമുക്ക് വേണ്ട ഷേപ്പ് കൊടുക്കാവുന്നതാണ്. ഞാൻ ഒരു സ്ക്വയറാണ് സെലക്ട് ചെയ്തത്. ശേഷം നാം റൈറ്റ് സൈഡിലുള്ള ബട്ടൺ പ്രസ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ വലിപ്പം നമ്മൾ കൂട്ടി കൊടുത്തു. നമ്മുടെ ടെക്സ്റ്റിൻ്റെ വലിപ്പം കൂട്ടി കൊടുത്തു. നമ്മുടെ ലെങ്ത്ത് കൂട്ടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ആഡ് ചെയ്ത് കൊടുത്ത പിക്ചറിൻ്റെയും ലെങ്ത്ത് കൂട്ടി കൊടുത്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മുടെ ആഡ് ചെയ്ത പിക്ചർ, ആ പിക്ചർ രണ്ടാമതും ക്രോപ്പിംഗ് പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ ഫെദർ അതൊന്ന് കൂട്ടിക്കൊടുക്കുക. കൂട്ടിക്കൊടുക്കുമ്പോൾ ചെയ്യേണ്ടത്, നമ്മുടെ പിക്ചറിൻ്റെ അവിടെ നാം അതിനൊരു രൂപത്തിലേക്ക് മാറ്റിയെടുക്കേണ്ടതാണ്. ഞാൻ ഈ ചെയ്തതുപോലെ നിങ്ങൾക്ക് ചെയ്യാം, അല്ലാത്ത രൂപത്തിലും ചെയ്യാവുന്നതാണ്. ഞാനൊരു മോഡൽ മാത്രമേ കാണിക്കുന്നുള്ളൂ. അത് ചെയ്തതിന് ശേഷം നമ്മുടെ നമുക്ക് പിക്ചർ ഇവിടെ ചെയ്യാനുള്ളത്, ഞാൻ ഇന്നലെ ചെയ്തതുപോലെ ഈ പിക്ചറിൽ നാം പ്രസ് ചെയ്യുക. എന്നിട്ട് കീ ബട്ടൺ പ്രസ് ചെയ്യുക. അതിന് നാം ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് നീട്ടി കൊടുക്കുക. അതിനൊന്ന് സഞ്ചരിപ്പിക്കുക. നമുക്ക് ഇതുവരെയാണ് ഇതിൻ്റെ ആനിമേഷൻ ആവശ്യമുള്ളത്. നാം അതിനെ പ്രസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പ്ലേ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇതിനെ കാണാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ചെയ്തത്, ഈ ആനിമേഷൻ നമ്മുടെ ലെറ്ററിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത വേർഡിൻ്റെ മുകളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇതിനെങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലൂടെ സഞ്ചരിപ്പിക്കുക എന്നത് നാം നോക്കാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ആ പിക്ചറിൽ പ്രസ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ബാറിൽ കാണാം ബ്ലെൻഡിങ് എന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ പ്രീമിയം ഉണ്ടാവാം. അത് നാം ബ്ലെൻഡിങ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട്
രണ്ടാമത്തെ ഓപ്ഷൻ നോർമൽ കഴിഞ്ഞ് രണ്ടാമത്തെ ഓപ്ഷൻ നാം സെലക്ട് ചെയ്തു. അതിനെ റൈറ്റ് സൈഡിൽ ബട്ടൺ ഞെക്കി. ഇനി പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ മൂവിങ് എങ്ങനെയാണെന്ന് നാം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതിൻ്റെ മൂവിങ് നാം എല്ലാവരും കണ്ടല്ലോ. നമുക്ക് മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് കാണുന്നില്ല. അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മൾ ഈ ടെക്സ്റ്റിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് വേണ്ട കളറിൽ കൊടുക്കാവുന്നതാണ്. കാണാവുന്ന രൂപത്തിലുള്ള ഒരു കളർ ചേഞ്ച് നാം നൽകി. ഇനി നമുക്ക് മൂവ് ചെയ്താൽ കാണാവുന്നതാണ്. പ്ലേ ചെയ്ത് നോക്കിയാൽ നമുക്ക് നമ്മുടെ കണ്ടില്ലേ, നമ്മുടെ ആനിമേഷൻ ഒരു യെല്ലോ നമ്മുടെ പിക്ചറിൻ്റെ അല്ലെങ്കിൽ ടൈപ്പിംഗ് ചെയ്ത വേർഡിൻ്റെ ഉള്ളിലൂടെ സഞ്ചരിക്കുന്നത് കാണാം. ഇതാണ് ഇന്നത്തെ ക്ലാസ്. അടുത്ത ക്ലാസ് മറ്റൊരു രൂപത്തിൽ കാണാം. എല്ലാവർക്കും ബൈ.